എന്തുകൊണ്ടാ വാരി കൊടുക്കുന്നത്? ഈന്തപ്പഴം. ആ ശരി, മനുഷ്യർക്ക് ഇവിടെ ആടുകൾക്ക് ഈന്തപ്പഴം കൊടുത്താൽ എങ്ങനെ മുതലാവും? അതാ എനിക്ക് വേണ്ട, ഞാൻ വന്നപ്പോഴേ കണ്ടോണ്ട് തിന്നല്ലേ. ഇതൊക്കെ എങ്ങനെ കൊടുത്ത് മുതലാക്കും? ആൾക്കാർ എനിക്ക് മക്കളും ഇല്ല, ഭാര്യയില്ല. ശരി, പിന്നെ എനിക്ക് കൊടുക്കുന്നതിന് എന്താ എന്റെ വീട്ടിൽ കൊടുക്കുന്നവരുണ്ട്. വീഡിയോക്കെ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഇത്രയും വില വിജയന്റെ അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് നേരിട്ട് വന്ന് കാണുന്നുണ്ട്, നമുക്കറിയാം അവിടെ അണ്ണയും അണ്ടിപ്പരിപ്പും പിസ്താവൊക്കെ കൊടുക്കുന്നത്. പക്ഷേ കാണുന്നൊരു 1000 രൂപയ്ക്ക് കിട്ടത്തില്ല, 5000 രൂപയ്ക്ക് കിട്ടത്തില്ല എന്നാ ചോദിക്കുന്നത്. കിട്ടില്ല. എന്താണ് അതിനകത്ത് വ്യത്യാസം? കിട്ടില്ല. വിജയന്റെ ആടും അതുപോലെ ബ്രീഡ് ആടുകളെയാ, ബ്രീഡ് ആട് തള്ളമാരുടെ കുട്ടിയാ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ചിലർ 300 രൂപയ്ക്കൊക്കെ കിലോ കൊടുക്കുന്നുണ്ട്. കുളത്തപ്പഴയുണ്ട്. 1 കിലോ ഇറച്ചി വേണമെങ്കിൽ ഈ പറഞ്ഞ 400, 500, ആടിനൊക്കെ 800, 1000 രൂപ, 900 വരെ ആയി. അപ്പോൾ 1000 വരെ ആയി. അന്നേരം എങ്ങനെയാണ് ഈ 300 രൂപയ്ക്ക്? 300 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇറച്ചിയാടിനെ കിട്ടും, തള്ളിക്കളയുന്നാട്. അവർ രാജസ്ഥാനിൽ ഇപ്പം ഈയിടയ്ക്ക് അടൂരുകാരി എന്നെടുത്ത് ഇവിടെ നമ്മളോട് ചാനൽ ഇട്ട് കാണിക്കും 230 രൂപയ്ക്ക് തരാം. അവിടെ ചെന്നുമ്പോൾ 300 രൂപ വെച്ചാൽ മേടിക്കും. 300, 300 ക്വാളിറ്റി ഉള്ളതിന് വേണേൽ 350. ഇപ്പം പുജിരിയുടെ ആടെ ഞാൻ കാണിച്ചു തരാം, എൻ്റെ ഈ മൊബൈലിലുണ്ട്. 60,000, 75,000 രൂപ വില ഒരാടിന് അവിടെ. അതിൻ്റെ ആടുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അവിടെ തള്ളിക്കളയുന്ന സാധനത്തെ അല്ല, ക്വാളിറ്റി ഉള്ള ആടിന് അവിടെ. അത് വിജയനം കൊണ്ടുവരുന്നത് ഞാൻ കൊണ്ടുവരും. 300 രൂപയ്ക്ക് കൊണ്ട് കൊടുക്കുന്നവർ അതിൻ്റെ പൂട പോലും അവർ കൊണ്ട് കൊടുക്കില്ല. ഇറച്ചിയാടാ അവര് തള്ളിക്കളയുന്ന സാധനം, അവര് തള്ളിക്കളയുന്ന ആള്. അങ്ങനെ ഇപ്പം ഒരു കുട്ടിക്ക് 4 കുട്ടി ജനിച്ചു. അത് ഈ ഒറ്റ കുട്ടിയെ പവറായിട്ട് കാണും. അതിനെ എടുത്ത് അവരെ നിർത്തിയിട്ട് ഈ 3 പേരെയും തള്ളിക്കളയും. അതിനെ കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ അവിടെ തള്ളിക്കളയുന്ന പ്രസവിച്ച് കൊള്ളാത്ത ആട്. അങ്ങനെയൊക്കെ ഉണ്ട്. കുളത്തപ്പഴ എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, 340 എന്ന് പറഞ്ഞ് വിൽക്കുന്നു. ഇപ്പൊ കുറെ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് 3500. എന്നോടൊന്ന് വെല്ലുവിളിക്കാൻ പറ. അപ്പം ഞാനിവിടെ ചെല്ലാൻ പുള്ളിയെ വിളിച്ചു. അദ്ദേഹത്തിന് എനിക്ക് മറ്റേ നമ്പർ വന്നു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു 25 ആടിനെ കൊണ്ടുവരണം, ഞാനിവിടെ വരാം. അപ്പോൾ എന്നോട് ഞങ്ങൾ ജോധ്പൂരിനാണ്. ഞാൻ പറഞ്ഞു അവിടെ എനിക്കറിയാവുന്ന സ്ഥലമാണ്, നിങ്ങൾ എവിടെ നിന്നാന്ന് പറയാം, നിങ്ങളുടെ വണ്ടിക്കൂലി ഞാൻ തരാം. പറ്റത്തില്ല, എൻ്റെ ആടിനെ എടുത്ത് വളർത്താൻ. ഞാൻ ചോദിച്ചു അതിന് വേറെ വല്ലവരോട് വിളിച്ചു ചോദിച്ചു. ഞാൻ കള്ള വന്നു, നമ്പർ വിട്ടിരിപ്പുണ്ട്. വേറെ വല്ലവരോട് ചെന്ന് പറയണം, എന്നോട് പറയണ്ട, നിൻ്റെ ആടിനെ മേടിച്ച് വളർത്താൻ. നീ ഇറച്ചിയാടിന് വിറ്റ് കാശ് മേടിയിട്ടാന്ന് പറഞ്ഞു. വളർത്താടിന് കൊടുത്തിട്ട് 500 രൂപ വെച്ച് മേടിക്കുന്നു. അപ്പോൾ ഇവിടെ 500 അല്ല ആവുന്നുള്ളൂ. വിജയൻ ഇറച്ചിയാടിനെ കൊടുക്കത്തില്ല, ഇറച്ചിയാടിൻ്റെ പരിപാടി ഇല്ല. വളർത്തുകാർക്കേ ഉള്ളൂ. വളർത്തുകാർക്ക് മാത്രമേ ഉള്ളൂ. അത് മതിയല്ലോ, വിശ്വസിച്ച് വരുന്നവർക്ക് വളർത്താൻ മാത്രമേ ഉള്ളൂ. ഇഷ്ടം പോലെ ആൾക്കാർ ഓർഡർ. എന്നോട് മതി, വേറെ ആരോടും മേടിച്ച് കൊടുത്താൽ വേണ്ട. അപ്പോൾ നിലവിൽ നമ്മുടെ ഈ സിംഹത്തിൻ്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. നമ്മുടെ ആ സിംഹത്തിൻ്റെ എങ്ങനെയാണ്, അതായത് സിംഹത്തിൻ്റെ കണക്കുണ്ടെങ്കിൽ അവനെ ഫ്രീ ആയിട്ട് കൊടുക്കുമോ? അങ്ങനല്ല, ഇവിടെ ജനിച്ച ഒരു മോനെ ഇതുപോലെ ആക്കി കൊണ്ടുതരാമെങ്കിൽ ഇവനെ ഫ്രീ ആയിട്ടാണ് കൊടുത്തേക്കാന്ന് പറഞ്ഞു. കള്ളം പറയല്ലേ, കൊടുക്കണം, പറഞ്ഞു പറ്റിക്കരുത്. ഒരിക്കലും പറഞ്ഞു പറ്റിക്കത്തില്ല. എനിക്ക് വിശ്വാസം. പൈസയ്ക്ക് ചതുവ് ചെയ്ത് കൊടുക്കില്ല. അതുകൊണ്ടായിരിക്കും ആട് ഇതേപോലെ ആടായിരിക്കണം, ഉള്ള ബ്രീഡായിരിക്കണം. എന്നാലേ ഇതുപോലുള്ള കുട്ടിയെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത്. പറയരുത്, എവിടെന്നെങ്കിലും കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ആന്ന് പറയരുത്. വടക്കേണ്ടിയെന്ന് കൊണ്ട് മുട്ടാൻ എടുത്ത് എനിക്കറിയാം, ഞാൻ വണ്ണയൊന്നും അല്ല. വിജയണ്ണ ഇതിപ്പോ എത്ര നാളുണ്ട് നമ്മുടെ കയ്യിലുണ്ടെന്നോ? ഇതിപ്പോ 4 വയസ്സായി. 4 വയസ്സുണ്ടോ? കുഞ്ഞിലേ തൊട്ട്. ഇവന്റെ പേരെന്തുവാണോ? ഇവനെ എന്റെ മോനെ എന്നാ വിളിക്കുന്നു. ഇവന്റെ ദേഹത്തെണ്ണം കയറി ഇരിക്കുവോ? എനിക്ക് കാണിച്ചു തരാം, ഒന്ന് കാണിച്ചു തന്നെ. അങ്ങനെ ആടിന്റെ ദേഹത്ത് കയറി ഇരിക്കുന്ന ആട് വീണു പോകത്തില്ലേ? അല്ല ആരോഗ്യം ഇല്ലാത്ത എന്റെ ആടിന്റെ പുറത്ത് കയറി ഇരിക്കാൻ സമയം ഇരിക്കാൻ പറ്റത്തില്ല. ആട് ഇരുന്നു. കണ്ടോ, അവന്റെ പുറത്ത് സുഖമായിട്ടിരിക്കും. കാല് നിലത്ത് പോലും മുട്ടിയിട്ടില്ല. കണ്ടോ, വെയിറ്റ് തറയെ കൊടുത്തിട്ടേ ഇല്ല. കണ്ടോ, അത് നമ്മളെ സമ്മതിച്ചോ? അതാ ആടിന്റെ പുറത്താണ് ആട് ചപ്പിളയാവും. നല്ല നേരം ചോദിക്കണം, നല്ല തീറ്റ കൊടുക്കണം. ചുമ്മാ ആട് വളർത്തുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അതുപോലെ കൊടുത്താൽ നോക്കുന്നത്, ഞാൻ പൈസ നോക്കാറേ ഇല്ല. എനിക്ക് മനസ്സിലായി, ലക്ഷങ്ങളുടെ കളിയാ അല്ലേ? കുട്ടികളെ വിറ്റ് 2.5 ലക്ഷം രൂപയുടെ കുട്ടിയെ വിറ്റിട്ടുണ്ട്. 10 പൈസ എൻ്റെ എടുക്കാൻ ഇല്ല. 10 പൈസ എന്ത് നിസ്സാരമായിട്ടാണോ പറയുന്നത്? ലക്ഷങ്ങൾ വിറ്റിട്ട് 10 പൈസ എൻ്റെ എടുക്കാനില്ലെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് 75,000 ആയി. ഈ ഇതെല്ലാം വെച്ചു, ഡെയിലി ഇത് നടത്തണം. ആടിന് ഈന്തപ്പഴം കൊടുക്കുന്നതോ? അത് പോട്ടെ. ഇതെല്ലാം ചെയ്യണം. ഇനി ഇവർ പ്രസവിച്ച് 4 മാസമായി കഴിഞ്ഞാൽ കുട്ടിയെ ചെയ്യാൻ പറ്റും. അതുവരെ ഞാൻ എവിടെ നിന്നുണ്ടാക്കും? അതാണ് ഇതിൻ്റെ പൈസ എടുത്ത് ഈ മുടക്കുന്ന മൊത്തം അങ്ങോട്ട്. അപ്പോൾ എനിക്കെന്താ ലാഭം? ലാഭമില്ലെന്നല്ല, ഇതിനകത്ത് ഇവിടെ കാശ് മുടക്കാൻ. ലാഭം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ആട് വിജയൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, പേരല്ല. ലാഭമുണ്ട്. ഉണ്ട്. ഇപ്പോൾ ലാഭമുണ്ടോ? ദൈവം സഹായിച്ച് എന്നെ ഈ ചാനലുകാർ നിങ്ങളെപ്പോലുള്ളവർ വന്നാൽ ഞാൻ അറിയപ്പെട്ടു. എൻ്റെ പേര് കളയാൻ ഞാൻ ഒരിക്കലും ചതുവ് ചെയ്യില്ല. അപ്പോൾ ഇനിയിപ്പോൾ രാജസ്ഥാനിലേക്ക് എന്നാ പോകുന്നത്? എനിക്ക് സാമ്പത്തിക ഒരാൾ വിളിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലം പോയി കണ്ടു കഴിഞ്ഞാൽ പുല്ല് നടാനുള്ള സൗകര്യമില്ല, എരുമയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ നല്ല പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്
ആട് വളർത്തുന്നവർക്ക് വേണ്ടിയിട്ട് രാജസ്ഥാനിൽ ഇത് കിടിൽ ആടുകളെ കൊണ്ട് കൊടുക്കുമോ? സാമ്പത്തികം മുടക്കമുള്ളവർ എൻ്റെ കൂടെ വരുമോ? വിജയന്റെ നമ്പർ നമ്മൾ ഇത് വെച്ചേട്ടോ. ഓക്കെ, ശരി വെച്ചേരും. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാമല്ലോ. കൊടുക്കാം. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കട്ട് ചെയ്തു. സാമ്പത്തികമൊന്നുമില്ല, ഒരു അല്ല, സാമ്പത്തികം മുടക്കും തന്നെ അവർക്ക് ഒരു ലാഭവിധം മുടക്കിയ മുതലും കൊടുക്കാം. നഷ്ടം ഉണ്ടായാലും അവരെ വിളിക്കില്ല, ഇങ്ങോട്ട് ക്ഷണിക്കില്ല. നല്ല ബ്രീഡിനെ കൊടുത്താൽ എപ്പോഴും ആൾക്കാരുണ്ട്. അല്ലാതെ ഇറച്ചിയാടിനെ കൊണ്ട് കേട്ട് വിൽക്കുമല്ല. അപ്പോൾ അതാണ് 5 ലക്ഷം രൂപയുടെ ആടുണ്ട്, ഒറ്റ പെണ്ണാടിൻ്റെ വില 5 ലക്ഷം. അത് ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഞാൻ കാണിച്ചു തരാം. അതാ ഇപ്പോൾ ഒരു പുജിരിയാടിനെ കാണിച്ചു തരാം. അതാണ് രാജസ്ഥാനിലെ അവരുടെ നമ്പറുണ്ട്, വിളിച്ചോ. ആടിന് എന്താ വിലയാന്ന് ഇവര് ഈ കൊണ്ടുവരുന്ന ആരും അതേ ഒരൊറ്റ ആടിനെ ബ്രീഡിനെ കൊടുക്കുക അവരെ കൊണ്ട് പറ്റത്തില്ല, നടക്കത്തുമില്ല. പക്ഷേ വിജയണ്ണന്റെ പുറകിൽ ഒരാളൊന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ വിജയണ്ണൻ കൊണ്ടുവരും. തയ്യാറല്ലേ? സാമ്പത്തികം മുടക്കാൻ തയ്യാറുണ്ട്. ഓക്കെ, അത് മതി വിജയണ്ണ. അവർക്ക് മുടക്ക് മുതലും ലാഭവും ഒരുവിധം കൊടുക്കും. ഇതാ വിളിപ്പുറത്ത് വരും ആള് ഇതുപോലുള്ള ആടുകളെ ഇവരുടെ കുട്ടികളെയാണ് 4 മാസം കഴിയുമ്പോൾ 28 കിലോ 30 കിലോ ആണ് ഒരു കുട്ടിയെ 15,000 രൂപയ്ക്ക് കൊടുക്കുക. പിന്നെ എന്താ കൂടുതൽ മേടിക്കും? ഇവിടെ കുട്ടിയെ കൊടുത്ത ആടുകളെ കിട്ടുമോ വേറെ? ഇവിടെ കുട്ടിയെ കൊടുത്ത 25,000 രൂപയ്ക്ക്. ഇവിടെ വേണേൽ അതാ അടിച്ച ചോര തെറിക്കുന്ന രീതിയിലുള്ള ആടുകളാണ്. ആഹാരം അതുപോലെ കൊടുക്കുന്നത്. നോക്കണം, കുഞ്ഞുമ്മ കൊണ്ടിട്ട് ആടിനെ മേടിച്ചോണ്ട് വിജയൻ്റെ അവിടെ നിന്ന് ആടിനെ കുട്ടിയെ കൊണ്ടാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം രാവിലെ കൊടുത്താലൊന്നും ആട് വളരെയല്ല. ഇല്ല, അവർക്ക് ഒരു നേരം കൊടുത്താൽ മതി. പക്ഷേ ഇവിടുത്തെ ആഹാരമേ ഉള്ളൂ, രാവിലെ കച്ചി പോച്ച ഇതല്ലേ ഉള്ളൂ, അല്ല ഒന്നുമില്ല. എനിക്ക് വിശ്വാസം വിജയണം. അപ്പോൾ എന്തായാലും ഞാൻ വിജയൻ നമ്പർ ഇവർക്ക് കൊടുക്കും കേട്ടോ. ഓക്കെ, അതിനെ സാമ്പത്തികം മുടക്കമുള്ളവർ വിളിക്കട്ടെ.